JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇടവമാസ ഫലമാണ്. മീനൻ രാശിക്കൂറുകാരായ പൂരിട്ടാതിയുടെ 4-ാം പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളുടെ മെയ് 15 മുതൽ ജൂൺ 14 വരെ ഒരു മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇടവമാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ നേരത്തെയുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, 6 ഗ്രഹങ്ങൾ രാശി മാറുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. മെയ് 14-ാം തീയതി രാത്രി, അതായത് ഇടവമാസം 1-ാം തീയതി ആരംഭിക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രിയിൽ വ്യാഴം രാശി മാറും. ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക്. മെയ് 18-ാം തീയതി രാഹു മീനൻ രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്ക് തിരികെ സഞ്ചരിക്കും. അതുപോലെ തന്നെ കേതു കന്നി രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്കും സഞ്ചരിക്കും. മെയ് 23-ന് ബുധൻ മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് മാറും. ജൂൺ 6-ാം തീയതി വീണ്ടും ബുധൻ ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് മാറും. മെയ് 31-ന് ഉച്ചരാശിയായ മീനത്തിൽ നിന്ന് ശുക്രൻ മേടൻ രാശിയിലേക്ക് മാറും. ജൂൺ 7-ന് ചൊവ്വ കർക്കിടകത്തിൽ നിന്ന്, അതായത് നീചരാശിയാണ് കർക്കിടകൻ രാശി, അവിടെ നിന്ന് ചിങ്ങൻ രാശിയിലേക്ക് ചൊവ്വ മാറും. ജൂൺ 7-ാം തീയതി. ഇങ്ങനെ വ്യാഴം, രാഹു, കേതു, ബുധൻ, ശുക്രൻ, ചൊവ്വ, ഇത്രയും ഗ്രഹങ്ങൾ രാശി മാറുന്ന ഒരു മാസം എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇടവമാസം എന്ന് പറയുന്നത് പൊതുവെ ഒരു മാറ്റത്തിൻ്റെ മാസമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. മീനൻ രാശിക്കാരുടെ ജന്മരാശാധിപൻ എന്ന് പറയുന്നത് വ്യാഴമാണ്. ഈ വ്യാഴം 3-ാം ഭാവത്തിൽ ഇടവത്തിൽ സഞ്ചരിച്ചാണ് ഇടവമാസം ആരംഭിക്കുമ്പോൾ 4-ാം ഭാവമായി മിഥുനത്തിലേക്ക് മാറിയത്. ജാതകാദേശത്തിൽ പറയുന്ന ഗോചരഫലം എന്ന് പറയുന്നത് നാനാ ദുഃഖം, അത് ജന്മരാശിയിൽ വരുമ്പോൾ, വിത്ത സമൃദ്ധി 2-ാം ഭാവത്തിൽ വരുമ്പോൾ, സ്ഥിതിനാശം 3-ാം ഭാവത്തിൽ വരുമ്പോൾ, ബന്ധുക്ലേശം 4-ാം ഭാവത്തിൽ വരുമ്പോൾ, ഇങ്ങനെയാണ് അതിൻ്റെ ഫലത്തെ ഒറ്റ വാക്കിൽ പറഞ്ഞു ആ ഒരു ശ്ലോകം വരുന്നത്. അതായത് ജന്മരാശിയിലെ വ്യാഴം പലവിധ ദുഃഖത്തെയും, 2-ാം ഭാവത്തിലെ വ്യാഴം ധനസമൃദ്ധിയെയും, 3-ാം ഭാവത്തിലെ വ്യാഴം സ്ഥിതിനാശം, അതായത് സ്ഥാനഭ്രംശം, അങ്ങനെ പല വിഷയങ്ങളും അതിനകത്ത് നമുക്ക് പറയാൻ പറ്റും. നിലവിലുണ്ടായ സാഹചര്യത്തിൽ നിന്ന് ഒരുപാട് മാറ്റം വരുന്നതും ഈ പറയുന്ന സ്ഥിതിഭ്രംശത്തിലൊക്കെ വരാം, മോശമായ അവസ്ഥയിലേക്ക് മാറുക, അതാണ് അതിൻ്റെ ഒരു മീനിങ്. 4-ാം ഭാവത്തിൽ വരുമ്പോൾ ബന്ധുക്ലേശം എന്ന് പറയും, ബന്ധുക്കളിൽ നിന്ന് പലവിധ പ്രയാസങ്ങൾ ഉണ്ടാകുക. അപ്പോൾ 4-ാം ഭാവത്തിൽ ഇപ്പോൾ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായും ഗോചരത്തിൽ അല്ലെങ്കിൽ ചാരവശാൽ ഉള്ള ഫലം നോക്കുമ്പോൾ വ്യാഴം അനുകൂലമല്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം മിഥുനൻ രാശിയിലേക്കാണ് മാറി സഞ്ചരിക്കുന്നത്. അപ്പം മിഥുനൻ രാശി എന്ന് പറയുന്നത് ബുധൻ്റെ രാശിയാണ്. വ്യാഴത്തിൻ്റെ ശത്രുവാണ് ബുധൻ. അപ്പം ശത്രുവിൻ്റെ വീട്ടിൽ 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് എന്നതും ഒരു വളരെ പ്രത്യേകതയുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഫലവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ബന്ധുക്കളുടെ അല്ലെങ്കിൽ കൂടെ നിന്നവരുടെയൊക്കെ ഒരു അതൃപ്തി, അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന വൈഷമ്യങ്ങളും പ്രയാസങ്ങളും ശത്രുതാപരമായ പെരുമാറ്റങ്ങളും ഒക്കെ നമുക്കിതിന് സൂചിപ്പിക്കാൻ പറ്റും. പിന്നെ 4-ാം ഭാവത്തിലെ വ്യാഴത്തെ സംബന്ധിച്ച് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, 4-ൽ നിൽക്കുന്ന വ്യാഴം ബന്ധുഗുണം, ധനലാഭം, മാതൃഗുണം, വാഹനഭാഗ്യം, ജോലിയിൽ ഉയർച്ച, ഇങ്ങനെയുള്ള ഒരുപാട് നല്ല ഗുണങ്ങളെ സൂചിപ്പിക്കുന്നു. എന്നാൽ അത് ചാരവശാൽ സഞ്ചരിക്കുമ്പോഴല്ല, ജാതകത്തിൽ 4-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോഴാണ് ഈ പറയുന്ന നല്ല അനുഭവങ്ങളൊക്കെ വരുന്നത്. വ്യാഴം കുറച്ചെങ്കിലും അനുകൂലമായിട്ട് നല്ല ഫലം നൽകണമെങ്കിൽ വ്യാഴം 4-ാം ഭാവത്തിൽ ബലവാനായിട്ട് ഇഷ്ടഭാവത്തിൽ, അതിന് അനുയോജ്യമായ രാശിയിൽ, പ്രത്യേകിച്ച് സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ ബന്ധുക്ഷേത്രത്തിലോ അങ്ങനെ എവിടെയെങ്കിലും 4-ാം ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ വ്യാഴത്തിൻ്റെ ദശാപഹാര കാലങ്ങൾ ഇപ്പോൾ നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ 4-ാം ഭാവത്തിൽ വരുന്ന വ്യാഴം മീനൻ രാശിക്കൂറുകാരായാലും അത്ര വലിയ ദോഷമൊന്നും ചെയ്യത്തില്ല. ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതായത് പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ജാതകത്തിൽ 4-ലെ വ്യാഴം ഒരുപാട് മെച്ചപ്പെട്ട അനുഭവങ്ങളെ തരും. മാതാവിൻ്റെ ഗുണം, മാതാവിൻ്റെ പ്രീതി,
മാതാവിൽ നിന്നുള്ള സ്വത്തുവകകൾ, അതുപോലെ തന്നെ വാഹനം, നല്ല വാഹനം വാങ്ങിക്കാൻ, ഉയർന്ന നിലയിലുള്ള വാഹനം, വീട്, ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ, സാമ്പത്തികമായ ലാഭം, ഇങ്ങനെ ജീവിതത്തിൽ ഒരുമാതിരി മെച്ചപ്പെട്ട അനുഭവങ്ങളൊക്കെ 4-ാം ഭാവത്തിലെ വ്യാഴം തരും. എപ്പോൾ തരും? ജാതകത്തിൽ ഈ പറഞ്ഞതുപോലെ നിൽക്കുകയാണെങ്കിൽ തരും. എന്നാൽ അത് ചാരവശാൽ 4-ൽ വരുമ്പോൾ ലഭിക്കും എന്ന് വിചാരിക്കേണ്ട. അത്ര നല്ല ഫലം ആയിരിക്കത്തില്ല. അതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ജാതകത്തിൽ 4-ൽ വ്യാഴം നിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ അനുഭവമായിട്ട് വരും. ചാരവശാലുള്ള ഫലം എന്ന് പറഞ്ഞാൽ അത് മാറിയും മറിഞ്ഞും വരും. ഓരോ വർഷമേ ഒരു രാശി നിൽക്കത്തുള്ളൂ. അപ്പോൾ ഓരോ വർഷം കഴിയും തോറും ഓരോ രാശികൾ മാറി മാറി വരുന്നത് കൊണ്ട് ഫലത്തിലും വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ജാതകത്തിലെ സ്ഥിതി അങ്ങനെയല്ല. അത് സ്ഥിരമായി തന്നെ ഏത് ഭാവത്തിൽ നിൽക്കുന്നു ആ ഭാവത്തിൻ്റെതായ ഗുണം ലഭിക്കും. ഇതാണ് അതിൻ്റെ ഉള്ള വ്യത്യാസം. നിങ്ങൾക്ക് പറയാം, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. കാരണം ഈ ചാരവശാലുള്ള ഫലം പറയുന്നതിന് പകരം ആൾക്കാരെ സൂചിപ്പിക്കാൻ വേണ്ടി 4-ൽ വ്യാഴം വന്നാൽ ഒരുപാട് മെച്ചമുണ്ട് എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അത് ജാതകത്തിലെ ഫലമാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്. ചാരവശാലുള്ള ഫലം ലഗ്നമനുസരിച്ച് നോക്കിയാലും കൂറനുസരിച്ച് നോക്കിയാലും ഇത് തന്നെയായിരിക്കും. ചിലർ പറയും ചന്ദ്രനെ വെച്ച് നോക്കരുത്, ലഗ്നമനുസരിച്ച് നോക്കാവുന്നു. ചാരവശാലുള്ള ഫലമാണോ ഏത് വെച്ച് നോക്കിയാലും അതിൻ്റെ ഫലം എന്താണോ, ഗുണമാണെങ്കിൽ ഗുണമായിരിക്കും, ദോഷമാണെങ്കിൽ ദോഷമായിരിക്കും. ഇത് ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ജ്യോതിഷം ഇഷ്ടപ്പെടുന്നവർക്കും ജ്യോതിഷം പഠിക്കുന്നവർക്കും ഈ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് രണ്ടും പറഞ്ഞത്. കാരണം ചിലരൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട്, അസ്ട്രോളജി കൈകാര്യം ചെയ്യുന്ന പലരും പല വിധത്തിലാണല്ലോ കാര്യങ്ങൾ പറയുന്നത്. ചിലർ നല്ല രീതിയിൽ പറയുന്നു, ചിലർ മോശമായിട്ട് പറയുന്നു. ഈ മോശമായിട്ട് ഞാൻ ദോഷമുള്ള കാര്യങ്ങൾ ദോഷമായിട്ട് പറയുമ്പോൾ പലരും കമൻറ്റ് ചെയ്യാറുണ്ട്, നെഗറ്റീവാണല്ലോ കൂടുതലും പറയുന്നത്. ഈ പോസിറ്റീവ് മാത്രം പറയുന്നത് എന്തെങ്കിലും ഗുണമുണ്ടാകാൻ വേണ്ടിയല്ല. അത് നിങ്ങളെ ഒന്ന് സൂചിപ്പിക്കുക, കൂടുതൽ കാഴ്ചക്കാരെ വ്യൂസ് കൂട്ടുക, അതനുസരിച്ച് കാശ് കിട്ടും. അത് മാത്രമേ അവർ അതിനകത്തിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം ദിവസവും രാജയോഗവും കോടീശ്വര യോഗവും ചില നാളുകാർ വീട്ടിലുണ്ടോ എങ്കിൽ നിങ്ങളുടെ ജീവിതം മാറി മറിയും എന്നൊക്കെ ഉള്ള പുകഴ്ത്തിപ്പറച്ചിലിന് ജ്യോതിഷവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുപോലെ കൂടുതൽ പേര് കണ്ടാൽ കൂടുതൽ കാശ് കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ. ആരെങ്കിലും പുകഴ്ത്തിപ്പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടാൽ ആഹാ കൊള്ളാമല്ലോ എന്ന് കരുതി അന്നേരത്തെ ഒരു ഇഷ്ടത്തിന് ചിലപ്പോൾ ആരെങ്കിലും കാണാം, കൂടുതൽ ആൾക്കാർ കാണും. കാരണം ഈ നല്ലത് കേൾക്കാനാണ് ആൾക്കാർ കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ അവരുടെ അനുഭവത്തിലൊന്നും വരണ്ട എങ്കിലും അത് കേൾക്കുമ്പോൾ എന്തു ചെയ്യും, അത് കൂടുതൽ ആൾക്കാർ കാണും. ഈ വീട്ടിൽ ഈ നക്ഷത്രക്കാരുണ്ടോ, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടനെ ഒരു അത്ഭുതം സംഭവിക്കും എന്നൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും എന്ത് അത്ഭുതമാണെന്ന് അറിയണമല്ലോ എന്നൊക്കെ. ചിലരാണെങ്കിൽ എന്ത് ചെയ്യും, ആരെങ്കിലും എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ മുഖം കാണിക്കാതെ അത് വളരെ കേൾക്കാൻ സുഖകരമായ രീതിയിൽ, ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ശബ്ദം എങ്ങനെ വേണമെങ്കിലും മാറ്റുകയോ മറിക്കുകയോ ഒക്കെ ചെയ്യാവുന്ന ഒരു കാലഘട്ടമാണ്. അത് കൃത്യമായ നമ്മുടെ ശബ്ദം തന്നെ ആകണമെന്നൊന്നുമില്ല. ഇതിനകത്തിലെല്ലാം എങ്ങനെ വേണമെങ്കിലും ശബ്ദത്തെ മാറ്റാനും ദൃശ്യങ്ങളെ മാറ്റാനും ഒക്കെ ഉള്ള സംവിധാനങ്ങളൊക്കെ ഇന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും എഴുതി കൊടുക്കുന്ന സാധനങ്ങൾ അവർ അത് വ്യക്തമായിട്ടും അത് ഇഷ്ടപ്പെടുന്ന രീതിയിലും അവതരിപ്പിക്കും. ആ ശബ്ദം കേൾക്കുമ്പോൾ എന്നിട്ട് കുറേ ദൃശ്യങ്ങൾ വേണമെങ്കിൽ കാണിക്കാം, വല്ല ഭഗവാന്മാരുടെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ ആൾക്കാർ ഒന്ന് കാണാൻ കൊള്ളാമല്ലോ, കേൾക്കാൻ കൊള്ളാമല്ലോ. അത്രയേ അതിനകത്തിലുള്ളൂ. ഇതിന് അസ്ട്രോളജിയുമായിട്ടൊന്നും ബന്ധമൊന്നുമില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള പലരും കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്യും. അപ്പം കാരണം ഇത് തെറ്റാണെന്നോ ശരിയാണെന്നോ ഒന്നും ആരും അഭിപ്രായമൊന്നും പറയത്തില്ല. മറ്റു ചിലരാണെങ്കിൽ നേരിട്ട് തന്നെ പറയും, പറഞ്ഞ് സുഖിപ്പിച്ച് കാശുണ്ടാക്കും. അതും അസ്ട്രോളജിയുമായിട്ടൊന്നും വലിയ ബന്ധമൊന്നും ഉണ്ടാകണമെന്നില്ല. പിന്നെ പേരും നാളും പറഞ്ഞാൽ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാകും എന്ന് പറഞ്ഞ് നിങ്ങൾ കമൻറ്റ് ചെയ്യാനും പറയും. ഈ പേരും നാളും പറഞ്ഞ് പൂജയിലൊന്നും ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞാലൊന്നും ഉൾപ്പെടുത്തുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം. ഏത് പൂജയാണ് അല്ലെങ്കിൽ ഏത് പ്രാർത്ഥനയാണ് എന്നൊക്കെ അവനവൻ പ്രാർത്ഥിച്ചാൽ അവനവന് ഗുണമുണ്ടാകും, അത് വേറൊരു കാര്യം. ചിലർ പറയും 5 ജ്യോത്സ്യന്മാർ ഞങ്ങൾ 8 മണിക്കൂർ പ്രശ്നം വെച്ച് കണ്ടുപിടിച്ചാണ്, ഒരിക്കലും തെറ്റാത്ത ഫലമാണ് എന്നൊക്കെ പറയുമ്പോഴും ധാരാളം പേര് ഇത് കാണും. കാരണം വെള്ളം തൊടാതെ പറഞ്ഞു പറ്റിക്കുക. അപ്പം അങ്ങനെ ധാരാളം പേര് കാണുമ്പം അവർക്ക് അതിനതൊക്കെ ഗുണമുണ്ടാകും.
കാരണം അവർ പണം ഉണ്ടാക്കാൻ വേണ്ടി, അല്ലാതെ നിങ്ങളെ സന്തോഷിപ്പിക്കാനോ നന്നാക്കാനോ അല്ലെങ്കിൽ അറിവ് പകർത്താനോ ഒന്നും ആയിരിക്കത്തില്ല അവരുദ്ദേശിക്കുന്നത്. അവർക്ക് അവരുടേതായ കാര്യം. ഇത് ഞാൻ പറയുമ്പോൾ ഉടനെ കമൻറ്റ് വരും, ഇതൊക്കെ പറഞ്ഞിട്ട് ക്ലച്ച് പിടിക്കുന്നില്ലല്ലോ. കാരണം പല വീഡിയോയിലും ഇതൊക്കെ ഇങ്ങനെ പറയുമ്പം ചിലരൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട് ക്ലച്ച് പിടിക്കേണ്ട, ഉള്ള ക്ലച്ച് പിടിച്ചാൽ മതി. ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ അസ്ട്രോളജി പഠിക്കുന്നവർക്കും അസ്ട്രോളജി ഇഷ്ടപ്പെടുന്നവർക്കും അവർക്ക് മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടിയാണ്. ഇത് അല്ലാതെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവർക്ക് ഒരു പക്ഷേ ആരെങ്കിലും 4 പേര് വ്യൂസ് കുറഞ്ഞാലോ എന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് പല കാര്യങ്ങളും ചോദിക്കും. കാരണം പല കാര്യങ്ങളും ഇതുപോലൊക്കെയുള്ള രീതിയിൽ പറയുമ്പോൾ ഞാനിതിന് മറുപടിയും കൊടുക്കാറുണ്ട്. കാരണം എനിക്ക് ക്ലച്ച് പിടിക്കണ്ട. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത് കുറേ കാലമായി തുടങ്ങിയിട്ട് അത് നല്ലതുപോലെ ക്ലച്ച് പിടിച്ചാൽ, പിന്നെ യൂട്യൂബിലെന്ന് പറയുമ്പോൾ കുറച്ച് നാളേ ആയുള്ളൂ, അതിനനുസരിച്ചൊക്കെ ഉള്ള ക്ലച്ചൊക്കെ മതി. കമൻറ്റ് ബോക്സിൽ നമ്മൾ പിന്നെ അഭിപ്രായം പറയണം എന്ന് പറയുമ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും മോശമായാലും പറയാം. ആ പറയുന്നതിനനുസരിച്ച് എനിക്ക് മറുപടി നൽകാനും പറ്റും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംവാദം നടത്താൻ സാധിക്കും എന്നുള്ളതാണ്. മറ്റേതെന്ന് പറഞ്ഞാലോ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുക, ആരാ പറയുന്നത് അറിയത്തില്ല, എന്താ പറയുന്നത് അതും അറിയത്തില്ല, പറയുന്നത് കുറേ സൂചിപ്പിക്കുന്ന കാര്യമായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. മീനൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ശനിയും അത്ര അനുകൂലമല്ല. ഇപ്പോഴവർക്ക് ജന്മരാശിയിലാണ് ശനി നിൽക്കുന്നത്, മീനൻ രാശിയിൽ. അപ്പോൾ 7-2 ശനിയുടെ 2ാം ഘട്ടത്തിലെ കണ്ടക ശനി കൂടിയാണിപ്പോൾ. 11-12 ഭാവങ്ങളുടെ ആധിപത്യമുള്ള ശനി ജാതകത്തിൽ അനുകൂലമായി ഇഷ്ടഭാവത്തിൽ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം, കാരണം ഇപ്പം ചാരവശാൽ 11-ലും 12-ാം ഭാവാധിപനായിട്ട് ജന്മരാശിയിലാണ് ശനി സഞ്ചരിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ജാതകത്തിൽ ഇപ്പം മീനൻ രാശിയിൽ തന്നെ ശനി സഞ്ചരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ജാതകത്തിൽ ശനി അനുകൂലമായിട്ട് ഇഷ്ടഭാവത്തിൽ ഉള്ളവർ എന്ന് പറഞ്ഞാൽ മകരത്തിലോ കുംഭത്തിലോ മീനത്തിലോ അല്ലെങ്കിൽ ധനുവിലോ ഉച്ചരാശിയിലോ അങ്ങനെയൊക്കെ ശനി നിൽക്കുകയും അത് 3, 6, 11 ഇങ്ങനെയുള്ള ഭാവത്തിലൊക്കെ വരികയും ഒക്കെ ചെയ്യുക, അത് ശനിയുടെ നല്ല ഒരു ഫലം നമുക്ക് ലഭിക്കുന്ന കാര്യമാണ്. ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ലാഭസ്ഥാനവും നഷ്ടസ്ഥാനവുമായിട്ട് ശനി വന്നാലും വലിയ ലാഭമോ നഷ്ടമോ ഒന്നും നമുക്ക് ഇവിടെ ഉണ്ടാകത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും മെച്ചമുണ്ടാകും. മറിച്ച് ദോഷമായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം 11-ഉം 12-ഉം ഭാവമാണ്. അപ്പോൾ 11 ഇങ്ങോട്ട് ലഭിക്കുന്നത് ലാഭസ്ഥാനം, 12 നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ വ്യയസ്ഥാനം എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങോട്ട് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ സാധാരണഗതിയിലുള്ളവർക്ക് ചിലവ് അധികരിക്കും എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വരവിനെക്കാട്ടി കൂടുതൽ ചിലവാകുന്നതും അതുപോലെ തന്നെ പല നഷ്ടങ്ങളും സംഭവിക്കാവുന്നതുമായ ഒരു സ്ഥാനത്താണിപ്പോൾ ശനി നിൽക്കുന്നത് എന്നാണ് ഈ പറഞ്ഞു വന്നത്. രാഹുവിൻ്റെ സ്ഥിതി നോക്കുമ്പോൾ ജന്മരാശിയിലായിരുന്നു നേരത്തെ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്, അതായത് മീനത്തിൽ. ആ മീനത്തിൽ നിന്ന് രാഹു കുംഭൻ രാശിയിലേക്ക് തിരികെ വന്നു, അതായത് തിരിഞ്ഞാണ് കറങ്ങുന്നത്. അപ്പോൾ കുംഭൻ രാശിയിലേക്ക് വന്നപ്പോൾ ജന്മരാശിയിൽ നിന്നും മാറിയതിൻ്റെ ഒരു ഗുണമുണ്ട്. കാരണം ജന്മരാശിയിൽ രാഹു നിൽക്കുകയും അത് വേറെ ഏതെങ്കിലും ഗ്രഹങ്ങളോട് യോഗം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ രാഹുവിന് സ്വന്തമായിട്ടൊരു കഴിവില്ല എന്നുള്ളത് അറിയാമല്ലോ. ആരുടെ കൂടെ നിൽക്കുന്നു, ആരോടൊപ്പം ചേരുന്നു, അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പം കുറച്ച് നാൾ കൊണ്ട് ശുക്രനാണ് മീനൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, അത് ഉച്ചരാശിയിൽ. അപ്പോൾ ഉച്ചരാശിയിലെ ശുക്രൻ്റെ കൂടെ ജാതകത്തിൽ ഉച്ചരാശിയിലല്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നല്ല ഭാവത്തിലൊന്നും അല്ല, ഈ പറയുന്ന പോലെ മീനത്തിലെ ശുക്രനൊന്നും അല്ല നിങ്ങൾക്കുള്ളത് എങ്കിൽ, മീനത്തിൽ ശുക്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക അവിടെ രാഹു വരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി ചില വിഷമതകളൊക്കെ ഉണ്ടാകും. അതായത് സ്ത്രീകൾ സംബന്ധമായിട്ട് ചില പ്രയാസങ്ങളും വിഷമതകളും ഒക്കെ ഉണ്ടാകാം ഒരു കാര്യം. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അല്പം ലഹരിയൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടും, പ്രത്യേകിച്ച് മദ്യം. കാരണം മീനൻ രാശി എന്ന് പറയുമ്പോൾ ലിക്വിഡിനെ സൂചിപ്പിക്കുന്നതാണ്, ദ്രാവകാവസ്ഥയിലുള്ള. അപ്പം മദ്യപാനശീലമൊക്കെ ചിലപ്പോൾ ഒന്ന് കൂടാനും അല്ലെങ്കിൽ സുഖം കണ്ടെത്തുക എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഈ രാഹുവിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ സാധിക്കും. അത് ആ രാശിയിൽ നിന്ന് മാറുക എന്ന് പറയുമ്പം അതിൻ്റേതായ ഒരു മെച്ചവും മാറ്റവും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ജന്മരാശിയിൽ ശുക്രൻ നിൽക്കുക എന്ന് പറയുമ്പോൾ ഭൗതിക സുഖ സൗകര്യങ്ങൾക്ക് കുറവൊന്നുമില്ല. ശയനസുഖം, സ്ത്രീസുഖം, ഭക്ഷണസുഖം, അതുപോലെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ ശുക്രൻ ലഭിക്കും. എന്നാൽ ശുക്രന് പാപയോഗം വരിക എന്ന് വിചാരിക്കുക, അതായത് ഏതെങ്കിലും പാപനുമായിട്ട് ശുക്രൻ ചേരുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള
ഫലത്തിൽ വ്യത്യാസവും വരാം. ഇപ്പം ശനി ശുക്ര ബന്ധം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില അപവാദങ്ങളൊക്കെ ചിലപ്പോൾ കേട്ടെന്ന് വരാം, ആരോപണങ്ങളൊക്കെ വന്നെന്ന് വരാം. ചിലരെ സംബന്ധിച്ചാണെങ്കിൽ ഈ ലഹരി ഉപയോഗമൊക്കെ ഉണ്ടായെന്ന് വരാം. മറ്റു ചിലരെ സംബന്ധിച്ച് ചില സംശയരോഗം എന്നൊക്കെ പറയും, അങ്ങനെയൊക്കെ വരാം. എന്തായാലും മെയ് അവസാന ആഴ്ച ബുധൻ അനുകൂലമായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ വിദ്യാഗുണം, ധനലാഭം, ബന്ധുസഹായം ഇതെല്ലാം ഉണ്ടാവും. മെയ് 23 ശേഷം സൂര്യനും ബുധനും യോഗം ചെയ്യുന്നത് നല്ല കാര്യമാണ്. കാരണം നിവണ യോഗം എന്നൊക്കെ പറയും, സൂര്യബുധ യോഗം വിദ്യാർത്ഥികൾക്ക് വളരെ നല്ലതാണ്. 3 സൂര്യനും ഗുണം ചെയ്യും. കാരണം 3, 6, 10, 11 ഭാവത്തിൽ ചാരവശാൽ നിൽക്കുമ്പോൾ ആദിത്യൻ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഗുണങ്ങളെങ്കിലും ചെയ്യും. കാരണം എല്ലാവരുടെയും ജാതകത്തിൽ ചിലപ്പം ആദിത്യൻ അനുകൂലമല്ലെങ്കിലും കുറച്ച് ഗുണമെങ്കിലും എല്ലാവർക്കും. അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പോൾ വിദ്യാഭ്യാസം കഴിഞ്ഞവരെ സംബന്ധിച്ച് തൊഴിലിന് സാധ്യത വരും, അതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും. ടെസ്റ്റ്, ഇൻ്റർവ്യൂ എന്നീ കാര്യങ്ങളിലൊക്കെ അതിൻ്റേതായ മെച്ചം ഉണ്ടാകും. സർക്കാർ തലത്തിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷൻ ടെസ്റ്റിനൊക്കെയുള്ള അനുകൂലമായ സമയം വരാം. സർക്കാർ തലത്തിൽ ഏതെങ്കിലും ആനുകൂല്യം പ്രതീക്ഷിക്കുന്നവർക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാത്തിരിക്കുന്നവർക്കും അതിനുള്ള അവസരം ഉണ്ടാകും. അതുപോലെ 3-ാം ഭാവം കമ്മ്യൂണിക്കേഷന് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്, സഹോദര സ്ഥാനവുമാണ്. അപ്പോൾ അവിടെ ആദ്യത്തെ നിൽക്കാന്ന് പറഞ്ഞാൽ പഠന സംബന്ധമായും ജോലി സംബന്ധമായും ഒക്കെയുള്ള ആനുകൂല്യം സംബന്ധിച്ചുള്ള ഏതെങ്കിലുമൊക്കെ സന്ദേശങ്ങൾ ലഭിക്കാം. ഇപ്പം ആരെങ്കിലുമൊക്കെ വെളിയിലുണ്ട്, അല്ലെങ്കിൽ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരിൽ നിന്നൊക്കെ ഒരു സഹായം നമുക്ക് ലഭിക്കുന്ന സന്ദേശങ്ങളൊക്കെ വരാം. അത് ഫോണാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ കത്താകാം, വേറെ എന്തായാലും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതാണ് സന്ദേശവാഹകൻ എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ള ചില ഗുണങ്ങളും ഉണ്ടാകാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പിതാവിൽ നിന്ന്, ആദിത്യൻ പിതാവിനെയും സർക്കാരിനെയൊക്കെ സൂചിപ്പിക്കുന്ന കാര്യമാണല്ലോ. പിതാവിൽ നിന്ന് രേഖാമൂലമുള്ള ചില ഗുണങ്ങളൊക്കെ ലഭിക്കാം. കാരണം ബുധൻ രേഖകളെ സൂചിപ്പിക്കുന്ന പ്രമാണം, എഗ്രിമെൻ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും. ജൂൺ 7 വരെ സന്താനങ്ങളുടെ കാര്യത്തിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം. അതുപോലെ ഭൂമി സംബന്ധമായ കാര്യത്തിലും ലോൺ മുതലായ സാമ്പത്തിക ഇടപാടുകളിലും പ്രയാസമുണ്ടാകാം. 5-ാം ഭാവത്തിൽ കർക്കിടകത്തിലാണ് ചൊവ്വ. 5-ാം ഭാവം എന്ന് പറഞ്ഞാൽ മനസ്സിനെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ ടെൻഷൻ അടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ വരാം. സന്താനങ്ങളെ സംബന്ധിച്ച് അല്പം മോശമായ കാര്യങ്ങൾ ഉണ്ടാകാം. ഭൂമി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ഇച്ചിരി അപാകതകൾ സംഭവിക്കാം. ഇതെല്ലാം സൂചിപ്പിക്കുന്ന കാര്യമാണ്. ചിങ്ങൻ രാശിയിലേക്ക് മാറുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു മെച്ചമൊക്കെ വരും. പൊതുവെ വ്യാഴവും ശനിയും ജൂൺ ആദ്യ ആഴ്ച വരെ ചൊവ്വായും അനുകൂലമല്ല. അപ്പം വ്യാഴത്തിൻ്റെ ദോഷം എന്ന് പറയുമ്പം വ്യാഴത്തിൻ്റെ ആ ഒരു കാര്യം, അതായത് 3-ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വ്യാഴം 4-ാം ഭാവത്തിലേക്ക് മാറിയപ്പം സ്വാഭാവികം അതിനൊരു മാറ്റം വരണമെങ്കിൽ മിഥുനത്തിലെ വ്യാഴം വിഷ്ണുവിനെ സൂചിപ്പിക്കുന്നു. അപ്പം വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പാൽപ്പായസമോ അതുപോലെയൊക്കെയുള്ള എന്തെങ്കിലും വഴിപാടുകളൊക്കെ നടത്തി വ്യാഴാഴ്ച ദിവസം ദർശനമൊക്കെ നടത്തി പ്രാർത്ഥിച്ചാൽ ഒരു ചെറിയ മാറ്റമൊക്കെ വരും. അതുപോലെ ശനി 7ാണ്ട ശനിയാണെങ്കിലും ജന്മരാശിയിൽ നിൽക്കുന്ന ശനിയാണ്. അത് ആരോഗ്യ സംബന്ധമായ ചില വിഷമതകളും ചിലപ്പോൾ ഉണ്ടാകും. കാരണം പല പ്രായത്തിലുള്ളവരൊക്കെ ഈ നാളിൽ വരുമല്ലോ, അതുകൊണ്ട്. അപ്പം അങ്ങനെയുള്ളവർ ശാസ്താവിനെ ആരാധിക്കുകയോ പൂജിക്കുകയോ ശനിയാഴ്ച ദിവസം ക്ഷേത്രത്തിൽ പോവുകയോ, ഒന്നുമില്ലെങ്കിൽ ഒരു 5 രൂപയുടെ കർപ്പൂരമെങ്കിലും കത്തിച്ച് തൊഴുവോ, നീരാഞ്ജനം നടത്തുവോ, നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഏതാണോ അതൊക്കെ ചെയ്യുക. കർക്കിടകത്തിൽ നിൽക്കുന്ന ചൊവ്വ അനുകൂലമല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ കർക്കിടകത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നത് വരെ, അതായത് ജൂൺ മാസം ആദ്യ ആഴ്ച വരെ ഭദ്രകാളിക്ക് കടും പായസമോ രക്തപുഷ്പാഞ്ജലിയോ അങ്ങനെയുള്ള എന്തെങ്കിലും വഴിപാടുകൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ചെയ്യുക. ചുവന്ന പൂക്കൾ പൂജിക്കാൻ കൊടുക്കുക, അർച്ചന നടത്തുക, ചുവന്ന പട്ട് ദാനം ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും വഴിപാട് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് എന്താണോ, ഒന്നുമില്ലെങ്കിൽ കുറച്ച് നല്ല ചുവപ്പ് നിറമുള്ള തെറ്റിപ്പൂവെങ്കിലും മേടിച്ച് ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുത്ത് പ്രാർത്ഥിച്ചാലും മതി. അല്ലാതെ ഒരുപാട് പണം മുടക്കണം എന്നുള്ള കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് പറ്റുന്ന ഏതാണോ അത് അങ്ങനെയൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഇടവമാസം മീനൻ രാശിക്കൂറുകാരെ സംബന്ധിച്ചുണ്ടാകാനിടയുള്ള ഒരുപാട് വിഷമതകൾക്ക് മാറ്റം സംഭവിക്കും എന്നുള്ളത് കൊണ്ടാണ് സൂചിപ്പിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.